മഹദി ആയിഷ ബീവിയുടെ വഫാത്ത് റമദാൻ 17 രാത്രിയിൽ വിത്ർ നിസ്കാരാനന്തരമായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തൻ്റെ 9-ാം വയസ്സിൽ ജീവിതം ആരംഭിച്ച ആയിഷ റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം വരെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവിടുത്തെ മടിയിൽ കിടന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്നതും. അവരുടെ ദാമ്പത്യ ജീവിതം ഏറെ സന്തോഷകരമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും തമ്മിൽ 2 തവണ ഓട്ടമത്സരം നടന്നിട്ടുണ്ട്. ആദ്യ തവണ ആയിഷ ബീവി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തോൽപ്പിച്ചെങ്കിലും രണ്ടാമത്തെ തവണ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തോൽപ്പിച്ചു. അവർ പരസ്പരം കളിവിനോദങ്ങളിൽ ഏർപ്പെടുമായിരുന്നു. പ്രവാചക ജീവിതത്തെ മനസ്സിലാക്കാനും അതേപോലെ ഒപ്പിയെടുത്ത് ഇസ്ലാമിക സമൂഹത്തിന് മതവിധികൾ പറഞ്ഞു കൊടുക്കാനും ഭാഗ്യം ലഭിച്ച പണ്ഡിത നാഥൻ മഹദിയോടൊപ്പം നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ.